ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതായത് കഴിഞ്ഞ പരീക്ഷകളിലുള്ള ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇനി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് തൊഴിൽ വാർത്തയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ മാതൃകാ ചോദ്യപേപ്പർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 ക്ലാസ്സോട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. കാരണം LGS മാതൃകയിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, കറണ്ടായിട്ടുള്ള, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മാത്സ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ SCERT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റിലും വരുന്ന പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വരുന്ന എല്ലാ SCERT ചാപ്റ്റേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാൻ അതുണ്ടെങ്കിൽ പോയി കാണാം. നമ്മൾ ചെറിയ ചാപ്റ്റർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ട് SCERT ചാപ്റ്റേഴ്സിൻ്റെ ഓരോ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കണമെന്ന് പറയുന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ പോയി കാണാം കേട്ടോ. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്ന ഭീംബേഡ്ക ഏത് സംസ്ഥാനത്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ശിലായുഗം എന്ന് പറയുമ്പോൾ ഈ ശിലായുഗം എന്ന് പറയുന്നതൊന്നും നമ്മുടെ സിലബസിൽ വരുന്നില്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടുത്തെ മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ്? ഭീംബേഡ്ക എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെയാണെന്നാണ്. അപ്പോൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ളവർക്ക്, നമ്മുടെ ക്ലാസ്സിൽ കണ്ടവർക്കറിയാം ഈ ഒരു നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമായിരുന്നു ഭീംബേഡ്ക എന്ന് പറയുന്നത്. ഈ ഭീംബേഡ്ക ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? ഇത് കറക്റ്റ് SCERTയിലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SCERTയിൽ നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലോ അല്ലെങ്കിൽ ഭൂപടത്തിൻ്റെ ചാപ്റ്ററിലാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരു വിവിധ തരം പ്രക്ഷേപങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ പ്രക്ഷേപമാണ് ആൻസർ വരുന്നത് കേട്ടോ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങ് ഏതാണ്? അപ്പോൾ എന്താണ്? നമ്മൾക്ക് കേരളത്തിലെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. കലാകായികം സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്നാണ് ക്വസ്റ്റ്യൻ? തെയ്യവുമായി ബന്ധപ്പെട്ടതാണ്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങ് ഏതാണ്? ഇതാണ് അടയാളം കൊടുക്കലാണ്. എന്താണ്? അടയാളം കൊടുക്കൽ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേതാ? ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് ഏത് വർഷമാണ്? 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏത്? യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറൽ പർവ്വതനിര. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതായിരുന്നു? ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് മിഷൻ ഏതാണ്? ഇതാണ് ക്യാബിനറ്റ് മിഷനാണ് അല്ലേ. ക്യാബിനറ്റ് മിഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 69% ഏത് വിഭാഗത്തിലേതാണ്? ഭൂമിയിൽ ശുദ്ധജലമുണ്ട് അല്ലേ. ഈ ശുദ്ധജലത്തിൻ്റെ 69% ഏത് വിഭാഗത്തിലാണ്? ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലമാണ്. അതായത് കൂടുതലും ശുദ്ധജലം വരുന്നത് എവിടെയാണ്? ഹിമപാളികളിലേക്കാണ് അല്ലേ. ഹിമപാളികളിലും ഹിമാനികളിലുമാണ്. കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമായി അറിയപ്പെടുന്നത് ഏതാണ്? കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗം ഏതാണ്? പോയിന്റ് നിമോയാണ് കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗം. ഏത് സമുദ്രത്തിലാണ് പോയിന്റ് നിമോ സ്ഥിതി ചെയ്യുന്നത്? പോയിന്റ് നിമോ എന്ന് പറയുന്നത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്? മൊല്ലോയ് ഗർത്തം ഏത് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ്? ഏത് സമുദ്രത്തിലെയാണ്
ആർട്ടിക് സമുദ്രത്തിലെയാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ആണ് പോയിന്റ് നിമോ വരുന്നത്. പോയിന്റ് നിമോയാണ് കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മൊല്ലോയ് ഗർത്തം. അത് കാണപ്പെടുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ്. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്? ഫാക്ടോറിയൻ ഗർത്തം. ഫാക്ടോറിയൻ ഗർത്തം ഏത് സമുദ്രത്തിലെയാണ്? ദക്ഷിണ സമുദ്രത്തിലെയാണ്. ദക്ഷിണ സമുദ്രത്തിലെ ഏറ്റവും, അതായത് ഏത് സമുദ്രത്തിലെ ആഴമേറിയ ഗർത്തം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദക്ഷിണ സമുദ്രത്തിലെ ആഴമേറിയ ഗർത്തമാണ് ഫാക്ടോറിയൻ ഗർത്തം. പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ INC എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. INC-യുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും 2019 മുതൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് എന്തായാലും ഉപകാരമാകും. നമുക്ക് ആദ്യമായിട്ട് PSC പഠിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓരോ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങൾ അറിയാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1897 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 1897 ഒരു മലയാളിയാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അമരാവതിയിൽ നടന്ന സമ്മേളനമായിരുന്നു. ആരാണ്? സി ശങ്കരൻ നായരാണ്. എന്നാണ് INC സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? 1885 ഡിസംബർ 28-നാണ് അല്ലേ? 1885 ഡിസംബർ 28-നാണ്. പിതാവ് ആരാണ്? സെക്രട്ടറി. സെക്രട്ടറി അല്ലെങ്കിൽ INC-യുടെ പിതാവൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഹ്യൂമാണ്. അതുപോലെ തന്നെ INC കോൺഗ്രസ് എന്ന് പറയുന്ന പേര് ഈ നാമം ആദ്യമായി നിർദ്ദേശിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഇനി ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? WC ബാനർജിയാണ്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എങ്ങനെ അറിയപ്പെടുന്നു? എങ്ങനെയാണ്? തിര ആവൃത്തി എന്നാണ്. കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏത്? ഇത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങൻജ്യോതിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണ് അംഗൻജ്യോതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ യോഗ്യതയെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വകുപ്പ് എത്രയാണ്? 58-ലാണ് യോഗ്യതയെക്കുറിച്ച് പറയുന്നത്. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചതാര്? 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ആരാണ്? നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ വെച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ വെച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? എത്രാമത്തെ ഭേദഗതിയാണ്? 91-ാം ഭേദഗതിയാണ്. ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എന്നാണ് ക്വസ്റ്റ്യൻ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കാനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. 2025 ഒക്ടോബർ 15-ന് കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? 2025 ഒക്ടോബർ 15-ന് കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയ്ല ഒഡിങ്ങ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്? കെനിയാണ് വരുന്നത്. കെനിയ. 20 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? എങ്ങനെയാണ് പവർ കാണുന്നത്?
പവർ കാണുന്നത് എങ്ങനെയാണ്? P = എന്താണ്? 1/f ആണ് അല്ലേ? F എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കണം. അപ്പോൾ 1/20 എന്ന് വരും അല്ലേ? 1/20 ആണ് വരിക. അപ്പോൾ = എത്ര കിട്ടി? 1/20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.05 ആണ് വരിക അല്ലേ? 0.05 ആണ് വരിക. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കോൺകേവ് ലെൻസിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. കോൺകേവ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിലാണ് മൈനസ് ആണ്. അപ്പം ഈ ഒരു ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന പക്ഷേ തെറ്റാണ് കേട്ടോ. ആൻസർ വരുന്ന എഴുതിയിരിക്കുന്നത് എത്രയാണ് വരിക? -0.5D ആണ് വരിക കേട്ടോ. -0.05D ആണ് വരിക. പിന്നെ നമുക്ക് ഈ ലെൻസ് അതുപോലെ തന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പ്രകാശം അതുപോലെ തന്നെ ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. നമ്മൾ ചലനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രവൃത്തി ഊർജ്ജം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രകാശം ലെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏത്? ഏതാണ്? പാമ്പൻ പാലമാണ് ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന നഗരം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ന്യൂഡൽഹിയാണ്. രാജ്യമല്ല, നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? അപ്പോൾ ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് നൽകിയിട്ടുള്ള പേര് എന്തായിരുന്നു? ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ് എന്നാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നത്തമ്പി അണ്ണാവി? കേരളത്തിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയ വ്യക്തിയാണ് ചിന്നത്തമ്പി അണ്ണാവി? ചിന്നത്തമ്പി അണ്ണാവി ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടാണ്. ഏത് മലയാളം നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ? ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏത് താലൂക്കിലാണ്? ശബരിമല ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഏത് താലൂക്കാണ്? റാന്നി താലൂക്കിലാണ്. റാന്നി താലൂക്കിലാണ്. മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയത്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ഏതാണ്? തിരുവാതിരപ്പാട്ടാണ് വരുന്നത് അല്ലേ? തിരുവാതിരപ്പാട്ടാണ്. നെക്സ്റ്റ്, ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? 368 വകുപ്പ് പ്രകാരം ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? മിശ്രഭോജനം എന്താണ്? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വമാണ് അല്ലേ? ഈ അസമത്വത്തിനെതിരെയാണ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്യുന്ന? മിശ്രഭോജനം നടത്തുന്നത് അല്ലേ? അപ്പോൾ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ? ആറ്റിങ്ങൽ കലാപം നടന്നതെന്നാണ് 1721. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലേ? അഞ്ചുതെങ്ങ് കലാപം നടന്നതെന്നാണ് 1697. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697. അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് 1721.
സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെയും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കില്ലേ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ കൊടുക്കാനായിട്ട്. അപ്പോൾ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവിയാണ്. ആരാണ് വരുന്നത്? വക്കം മൗലവിയാണ്. അപ്പോൾ എഡിറ്റർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. എന്നാൽ ആദ്യത്തെ എഡിറ്റർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സി ഗോവിന്ദപിള്ളയാണ് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സി ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ഏത് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ്? മിതവാദിയാണോ തീവ്രവാദിയാണോ? മിതവാദിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലേ? മിതവാദിയുടെ ലീഡറാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ തീവ്രവാദിയുടെ ലീഡർ ആരായിരുന്നു? ബാലഗംഗാധർ തിലക് ആയിരുന്നു. ഈ തീവ്രവാദിയിൽ 3 കൂട്ടുകെട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് പഠിച്ചു അല്ലേ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാലും. ഇതാണ് തീവ്രവാദി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അത് ചോദിക്കാറുണ്ട് കേട്ടോ. തീവ്രവാദി കാലഘട്ടത്തിൽ വരാത്തവരാരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് കാരണമാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ആരാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കഴിഞ്ഞ അറ്റൻഡർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധികയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആരാണ്? അരുണ അസഫ് അലിക്കാണ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക PSC ആൻസർ പ്രകാരം അരുണ അസഫ് അലിയാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക ആരാണ്? അരുണ അസഫ് അലിയാണ്. ഇനി പ്രഥമ ബ്രിക്സ് യുവജനോത്സവം നടന്നത് എവിടെയാണ്? ബ്രിക്സിൻ്റെ യുവജനോത്സവം ആദ്യമായിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ ആയി കാരണം തന്നെ എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കിനി പ്രതീക്ഷിക്കാം. എവിടെയാണ്? റഷ്യയിലാണ് പ്രഥമ ബ്രിക്സ് യുവജനോത്സവം. ഓക്കെ, ആദ്യത്തെ ബ്രിക്സ് യുവജനോത്സവം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഏതാണ്? ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്? നെവി മുംബൈ ആണല്ലേ? നെവി മുംബൈ ആണ്. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ മാതൃകാ ചോദ്യ പേപ്പർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻ ആണ് ഏത് വരുന്നത്? താഷ്കന്റ് കരാർ അല്ലേ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള LGS എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇയർ ആയിട്ടല്ല, ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു താഷ്കന്റ് കരാറും അതുപോലെ തന്നെ കരാറുകളൊക്കെ ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ് നടന്ന പരീക്ഷകളിലൊക്കെ കണ്ടു കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പുവെക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ്. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്? ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. അപ്പോൾ ഭിലായ് ആണെന്നുണ്ടെങ്കിലും എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്താണ് റൂർക്കേലയാണെന്നുണ്ടെങ്കിൽ ആരുടെയാണ്? ജർമ്മനിയുടെ സഹായമാണ് റൂർക്കേലയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദുർഗാപൂറിനാണെന്നുണ്ടെങ്കിൽ ആരുടെ സഹായമാണ്? ബ്രിട്ടൻ്റെ സഹായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്നാണ്? 1950 മാർച്ച് 15. അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് വൈസ് ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏവ? ഏതാണ്? ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ഇവിടെ ജസ്റ്റ് ആരവല്ലി പർവ്വതനിരയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ടൂറിസത്തെ തിരികെ പിടിക്കാനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. കഴിഞ്ഞ ഏത് എക്സാമിനാണ്? അറ്റൻഡർ എക്സാമിന് തന്നെയാന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ടൂറിസത്തെ തിരികെ പിടിക്കാനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. നോക്കി, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ ഇല്ല. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുണ്ടായിരുന്നു. എൻ്റെ കേരളം എത്ര
എത്ര സുന്ദരമെന്നുണ്ടായിരുന്നു, പിന്നെ വേറെ 2 ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കേരളം എന്നും സുന്ദരമെന്നാണ്. എൻ്റെ കേരളം എന്നും സുന്ദരം. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ്. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതാണ്? റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കിയും വയനാടുമാണ് കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. ഇനി വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കോട്ടയം, ആലപ്പുഴ, എറണാകുളം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യം ഏതാണ്? റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗയാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല ഏതാണ്? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല ഏത്? അല്ലെങ്കിൽ മലനാട്ടിൽ ഉൾപ്പെടാത്ത ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതാണ്? ആലപ്പുഴയാണ് വരുന്നത് അല്ലേ? മലനാടുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല ആലപ്പുഴ എന്ന് പറയുന്നത്. കുറച്ച് നീങ്ങി കിടക്കുന്ന ഒരു ജില്ലയാണ്. അതിനാൽ തന്നെ അവിടെ എന്താണ്? ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ്. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണം ഏത്? കായിക പ്രജനനം. കായിക പ്രജനനം എന്ന് വെച്ചാൽ എന്താണ്? കായിക പ്രജനനം എന്ന് വെച്ചാൽ തണ്ടോ വേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചിട്ട് വളർത്തുന്ന രീതിയാണ് എന്ന് പറയുന്നത് കായിക പ്രജനനം എന്ന് പറയുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം അറിയാലോ, വിത്തിട്ടിട്ട് മുളയ്ക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാം? മുരിങ്ങ പറയാം അല്ലേ? മുരിങ്ങ നമുക്ക് കൊമ്പ് നട്ടിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? വിത്ത് ഇട്ടിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു എക്സാമിന് കേട്ടോ. നെക്സ്റ്റ്, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കണയും റിക്കറ്റ്സും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ LGS നടന്ന ഈ അടുത്ത് നടന്ന LGS എക്സാം ഉണ്ടായിരുന്നല്ലോ 2 ദിവസം മുമ്പ്. ആ ഒരു എക്സാമിന് കണ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിക്കറ്റ്സ് ആയിരുന്നു. റിക്കറ്റ്സ് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ഈ റിക്കറ്റ്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റിക്കറ്റ്സ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്നാണ് സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് അല്ലേ? കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്താലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? നോക്കിയോക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് കഴിഞ്ഞ അറ്റൻഡർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏത് വന്യജീവിയുടെ ആക്രമണത്താലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? കാട്ടാനയുടെ ആക്രമണമാണ് കേട്ടോ. കാട്ടാന. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജ്ജം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഡാമുകളിലൊക്കെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സംഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന ഊർജ്ജം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരാ? സ്ഥിതികോർജ്ജം ആണ് വരാ അല്ലെ? സ്ഥിതികോർജ്ജമാണ് വരാ. അപ്പോൾ ഈ സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനം മൂലമോ അല്ലെങ്കിൽ എന്താണ് കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. നമുക്ക് ഈ പുതിയ SCERTയിൽ ആ ഒരു വേർഡ് എടുത്ത് പറയുന്നുണ്ട്. കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു നീട്ടില്ലേ? അപ്പം അങ്ങനെ വലിച്ചു നീട്ടുന്ന സ്ട്രിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വലിച്ചു നീട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ ചലിക്കാത്ത അല്ലേ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് സ്ഥിതികോർജ്ജമാണ്. എന്നാൽ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജം ചോദിക്കുകയാണെങ്കിൽ ഏതായിരുന്നു? കൈനറ്റിക് എനർജിയാണ് അല്ലേ? ഗതികോർജ്ജമാണ്. അപ്പോൾ സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. കൈനറ്റിക് എനർജിയുടെ എന്താണ്? ½ mv² ആണ്. അതുപോലെ തന്നെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട്. ഗതികോർജ്ജം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ മതി. mv² ആണ് അല്ലേ? ഇപ്പം മാസിനെയും വെലോസിറ്റിയുമാണ് ഈ കൈനറ്റിക് എനർജി ഗതികോർജ്ജം ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രവൃത്തി ഊർജ്ജം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. നെക്സ്റ്റ്, കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്താനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ. എന്താണ്? കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്താനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ബാലമിത്രയാണ് കേട്ടോ. ബാലമിത്രയാണ് കുട്ടികളിലെ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട്.
1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? A.K. ഗോപാലനാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? LGS ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഓരോ മാതൃകാ ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും. ആ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? A.K. ഗോപാലനാണ്. ഏത് വർഷമാണെന്ന് ചോദിക്കാൻ പഠിച്ചു വെച്ചിരിക്കുക. 1936 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ കേരളീയ വനിതയാര്? ആരാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ കേരളീയ വനിത ആരാണ്? സഫ്രീന ലത്തീഫാണ്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്നാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ഭുവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്രസിഡന്റിനാണ് പ്രഖ്യാപിക്കാനായിട്ട് കഴിയുക? ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 360. 1985 പാസ്സാക്കി നിലവിൽ വന്ന 52ാം ഭരണഘടനാ ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് പറയണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്താണ്? 1985 പാസ്സാക്കി നിലവിൽ വന്ന 52ാം ഭേദഗതി ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഉഷസ് പദ്ധതി ആരോഗ്യ മേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? ഉഷസ് എന്ന് പറയുന്ന പദ്ധതി ആരോഗ്യ മേഖലയിലെ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്? HIV അല്ലെങ്കിൽ എയ്ഡ്സ് ചികിത്സയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഉഷസ് പദ്ധതി HIV എയ്ഡ്സ് ചികിത്സയെ കുറിച്ചിട്ടാണ്. കോട്ടയം ജില്ലയിൽ രൂപവൽക്കരിക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിന് നൽകിയ പേരെന്താണ്? കോട്ടയം ജില്ലയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പേര് നൽകിയത് എന്താണ്? മനസ്വിനി എന്നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ളതാരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ചിട്ടുള്ളതാരാണ്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തുള്ള സ്ഥലം ഏത്? തലച്ചോറ് അതുപോലെ തന്നെ സുഷുമ്നയൊക്കെ ആവരണം ചെയ്യുന്ന സ്ഥലത്തെയാണെന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഏത് ധാതു കുറയുന്നത് മൂലമുള്ള രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്? ഏത് ധാതു കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ്? ഏതാണ്? കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ്. മനുഷ്യർ, ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനം ലക്ഷ്യമിടുന്ന ആരോഗ്യരംഗത്തെ പ്രോഗ്രാം ഏതാണ്? മനുഷ്യർ, അതുപോലെ തന്നെ ജന്തുക്കൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഏതാണ്? വൺ ഹെൽത്ത്. ജനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്താണ്? ജനസിസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബാംഗ്ലൂരാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാബ് പാലം ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഒരേ തന്മാത്ര സൂത്രമാണ്, എന്നാൽ എന്താണ്? വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഐസോമറുകൾ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിനെ പറയുന്ന പേരെന്താ? 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകത്തിനെ പറയുന്ന പേരെന്താണ്? ഹാലജനുകൾ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലാണ്. ഡാറ്റാ സെൻറ്റർ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്.
2026 ഏഷ്യൻ ഗെയിംസിനെ വേദിയാക്കുന്ന രാജ്യം ഏത്? 2026 ഏഷ്യൻ ഗെയിംസിനെ വേദിയാക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിനെ വേദിയാക്കുന്ന രാജ്യം ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റ്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റ്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സോദി തിരുനാളിൻ്റെ ഭരണകാലമാണ്. തിരുവിതാംകൂറിലെ ഊരുട്ടമ്പലം പ്രതിഷേധം നയിച്ചതാര്? തിരുവിതാംകൂറിലെ ഊരുട്ടമ്പലം പ്രതിഷേധം നയിച്ചതാരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ ഊരുട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ച വിദേശികളാര്? കേരളത്തിലെ ഇമ്മാനുവൽ കോട്ടയും സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ച വിദേശികളാരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാണ് ഇമ്മാനുവൽ കോട്ടയും അതുപോലെ തന്നെ സെൻറ് തോമസ് കോട്ടയും പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ആര്? 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമേത്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമേതാണ്? കുമയൂൺ ഹിമാലയമാണ്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം. 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. ഇതിൽ എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഉദാരീകരണം അല്ലെ, ഉദാരവൽക്കരണത്തെക്കുറിച്ച് പറയുന്നു, സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറയുന്നു, ആഗോളവൽക്കരണം അല്ലെങ്കിൽ എന്താണ് ആഗോളീകരണത്തെക്കുറിച്ച് പറയുന്നു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? എറണാകുളമാണ്. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണമെന്ത്? ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ഏതായിരുന്നു? പ്രഗ്യാനായിരുന്നു. ലാൻഡർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? വിക്രമാണ് അല്ലേ? ലാൻഡർ എന്ന് പറയുന്നത് വിക്രമാണ്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തൊൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള തൊൽപ്പാവക്കൂത്ത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഇതിൻ്റെ ഇതിവൃത്തമാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഏത് കൃതിയിൽ നിന്നാണ്? തമിഴ് കമ്പരാമായണം. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ? ചോർച്ചാ സിദ്ധാന്തം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകക്കാരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് അല്ലേ? നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇതിനെയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ്.
ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭം ഏത്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കപ്പെട്ട ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് അല്ലേ. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 1922 ചൗരി ചൗര സംഭവം വരുന്നത് അല്ലേ. ഇതിനെ തുടർന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കുകയാണ്. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? 49ാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് തപോമയിയുടെ അച്ഛനാണ്. തപോമയിയുടെ അച്ഛൻ ആരാണ്? എഴുതിയിട്ടുള്ളത് ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട്. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫിസീമ? എംഫിസീമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് അല്ലേ. ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ശൈലിയാണ്. ശൈലി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം ഏതാണ്? ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഏത് താലൂക്കാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ് വന്നത്? തമിഴ്നാട്ടിലാണ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക് ആണ് അല്ലേ. ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിയിൽ. അയിരുകളിൽ നിന്ന് അലുമിനിയം ബോക്സൈഡ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സിങ്ക് കലാമിനും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നീ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണ്? കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഏത് ശബ്ദത്തിൻ്റെ ഏത് സ്വഭാവമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് എന്താണ്? ആവർത്തന പ്രതിപതനമാണ്. ആവർത്തന പ്രതിപതനമാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ പറ്റിയുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ട് ഈ വിവിധ അർബുദങ്ങളെ പറ്റി, വിവിധ ക്യാൻസറിനൊക്കെ പറ്റിയിട്ട് ഒരു അവബോധം നൽകുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു പരിപാടി? ആരോഗ്യം ആനന്ദം എന്നായിരുന്നു അല്ലേ. ആരോഗ്യം ആനന്ദം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള കേരളീയർ ആരെല്ലാമാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലുമാണ്. ആദ്യമായിട്ട് ലഭിച്ചതാർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? 1953 കേന്ദ്ര സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിക്കുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഫസൽ അലിയും സർദാർ കെ എം പണിക്കരും HN ഗുൻസറുമാണ്. ഇതിൽ ഫസൽ അലിയാണ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. മലയാളി ചോദിക്കാറുണ്ട്. മലയാളി ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. അപ്പം 3 പേരാണ് അംഗങ്ങളായിരുന്നെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഏത് മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സോദി തിരുനാളിൻ്റെ കാലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളത്താണ്. കേരളത്തിൽ ഏത് വിളയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ച വ്യക്തിയാണ്? ജോൺ ജോസഫ് മർഫി. കേരളത്തിൽ ഏത് വിളയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിച്ച വ്യക്തിയാണ്? ജോൺ ജോസഫ് മർഫി. റബ്ബർ കൃഷിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാടാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? തുലാവർഷമാണ് അല്ലേ. തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് കാലവർഷം അല്ലേ. കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ജൂൺ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ. ഇനി മാനാഞ്ചിറ തടാകം ഏതിനത്തിലുള്ള തടാകത്തിന് ഉദാഹരണമാണ്? മാനാഞ്ചിറ തടാകം ഏതാണ്? ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത.
ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് കേരളത്തിൽ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകളാണ്. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? നമുക്ക് 5ാം ക്ലാസ്സിൽ SC ആർട്ടിലാന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ പഴയ SC ആർട്ടിലായിരുന്നു കേട്ടോ. തമിഴ്നാട് അതുപോലെ തന്നെ കേരളം എന്ന് പറഞ്ഞിട്ട് 2 പെട്ടിയിലെ ഒരു ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ കാലവർഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്നുണ്ടെങ്കിൽ, തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. വരിക വരിക സഹചരി സഹന സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? വരിക വരിക സഹചരി എന്ന് പറയുന്ന ഒരു ഗാനം ആരുടേതാണ്? ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് രചിച്ചത്? ആരാണ്? അംഷി നാരായണ പിള്ളയാണ്. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29-നാണ്. സിനിമയാക്കിയ ആദ്യത്തെ മലയാളം നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യത്തെ മലയാളം നോവലാണ് മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസ്സി തോമസിൻ്റെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിലാണ്. ടെസ്സി തോമസ് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? ദേശീയ ജലപാതയായ NW3 ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. മഹാരാഷ്ട്രയിലെ NW3 കേരളത്തിലാണ്. കൊല്ലം ടു കോഴിക്കോടാണ്. കൊല്ലം ടു കോഴിക്കോടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, മറക്കരുത്. ഇനി മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഈ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923-ൽ CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923-ലാണ് സ്വരാജ് പാർട്ടി ആരൊക്കെ രൂപീകരിക്കുന്നത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും രൂപീകരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, സ്വരാജ് പാർട്ടി നമുക്ക് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ സ്വരാജ് പാർട്ടി തന്നിട്ടുണ്ട്, നമുക്ക് ചേരുംപടി ചേർക്കില്ല, കാലഘടനാ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എന്തായാലും പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് ചോദ്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.